അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത ടോപ്പിക്ക് സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്ന ഭാഗമാണ്. ഇപ്പോൾ ഡേ 18 18ാമത്തെ ക്ലാസ് ആണ്. ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ സിലബസ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്ന ഭാഗം. ഓക്കെ, അടുത്ത നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, കമ്പനി ബോർഡ് LGS, വെബ് LDC എന്നിവയുടെ PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് 9496822117 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. PDF നോട്ട്, അത് CA നോട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ എക്സാമും എല്ലാം ഉൾപ്പെടുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. ശ്രദ്ധിക്കാം, സ്വതന്ത്ര ഇന്ത്യയിലെ അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടാകാൻ ഇടയായ സാഹചര്യമാണ് അത് നമ്മൾ നോക്കുന്നത്. സ്കൂൾ പാഠപുസ്തകത്തിലുള്ള പോയിന്റാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യ വിഭജനത്തിന്റെ ഫലമായാണ് അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായത്. ഓക്കെ, ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായി എന്തുണ്ടായത്? അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായത്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായി. ഓർത്തുവയ്ക്കാം, അപ്പൊ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും എന്തുണ്ടായി? അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായി. രാജ്യത്തിന്റെ പലയിടത്തും എന്തുണ്ടായി? വർഗീയ കലാപങ്ങൾ ഉണ്ടായി. അത് പ്രധാനമായിട്ട് കൽക്കത്ത, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നീ ഭാഗങ്ങളിൽ എന്തുണ്ടായി? വർഗീയ കലാപങ്ങൾ ഉണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകള് ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഇതൊക്കെ ആയിരുന്നു എന്തായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ പറഞ്ഞു അഭയാർത്ഥി പ്രവാഹം, രണ്ടാമത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഓക്കെ, മൂന്നാമത്തത് ഭരണഘടനാ രൂപീകരണം, നാലാമത്തത് ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണം, ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, അതുപോലെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ഇതൊക്കെയാണ് പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമിന് ചോദിക്കാം, ഈ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടോ അല്ലെങ്കിൽ ഇതിൽ 3 സ്റ്റേറ്റ്മെന്റ്, ഒരു തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടോ ഇതിൽ നിന്ന് ബന്ധപ്പെടാത്തത് ഏതെന്ന് ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ് രീതിയിലെ ചോദ്യം വരുവാണെങ്കിൽ അങ്ങനെ ആയിരിക്കും വരുന്ന. ഇത് സ്കൂൾ പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന പോയിന്റാണ്. അഭയാർത്ഥി പ്രവാഹം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഭരണഘടനാ രൂപീകരണം, ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണം, ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പോകേണ്ടത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ്. ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾക്ക് പുറമെ 600ഓളം നാട്ടുരാജ്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയെങ്കിലും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ എന്തുണ്ടായിരുന്നു? കുറച്ച് പ്രദേശങ്ങൾ, അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങൾ, രാജാവ് ഭരിക്കുന്ന നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലെ പാകിസ്ഥാനിൽ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനുള്ള അധികാരം നൽകിയിട്ടാണ് ആര് വിട്ടത്? ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത്. അവര് ഇന്ത്യക്ക് ഒരു ആപ്പ് കൊണ്ട് തന്നിട്ടാണ് പോയത്. കാരണം എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ നിൽക്കുകയോ പാകിസ്ഥാനിൽ ചേരുകയോ ചെയ്യാം എന്നുള്ള അധികാരം അവർക്ക് നൽകിയിട്ടാണ് പോയത്. അതുകൊണ്ട് ഇന്ത്യയിലെ തന്നെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ സംയോജിപ്പിക്കുന്നതിന് വളരെ വിഷമം പിടിച്ച വെല്ലുവിളിയായിട്ട് മാറി. ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇവരെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിന് വലിയ വിഷമം പിടിച്ച ഒരു ഭാഗമായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് നാഗ്പൂർ സമ്മേളനമാണ്. 1920 അധ്യക്ഷൻ C വിജയരാഘവാചാര്യ. ഓർത്തേക്ക്, 1920 നാഗ്പൂർ സമ്മേളനമാണ്. C വിജയരാഘവാചാര്യാണെന്ന് ഓർത്തേക്ക്. അടുത്ത, സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം പല വെല്ലുവിളികളും നേരിടുമെന്ന് ഭയന്ന് അത് നടപ്പാക്കേണ്ട എന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തീരുമാനിച്ചു. പക്ഷേ എന്ത് ചെയ്തു? ദേശീയ നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തെ പ്രാദേശിക നേതാക്കളും ജനങ്ങളും എന്ത് ചെയ്തു? വെല്ലുവിളിച്ചു. ഓക്കെ, ഇന്നത്തെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം, കർണാടക എന്നിവയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പഴയ മദ്രാസ് പ്രവിശ്യയിലെ തെലുങ്ക് സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ പ്രതിഷേധം ആരംഭിച്ചു. അപ്പോൾ പ്രതിഷേധം പ്രധാനമായിട്ട് ആരംഭിച്ചത് എവിടെയാണ്? തെലുങ്ക് സംസാരിക്കുന്ന പ്രദേശങ്ങളിലാണ് ആദ്യമായിട്ട് പ്രതിഷേധം ആരംഭിച്ചത്. എന്തിനു വേണ്ടിയാണ്? ഈ നാട്ടുരാജ്യങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുന്നതിനെ കുറിച്ച് എന്താണ് കേന്ദ്ര നേതൃത്വം അതിനെ തള്ളിയെങ്കിലും ഓരോ സ്ഥലങ്ങളിൽ, ഓരോ പ്രാദേശിക ഭാഗങ്ങളിൽ എന്തുണ്ടായി? അതിന്റെ അലയലുകളുണ്ടായി. അവരെന്ത് ചെയ്തു? പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. വിശാല ആന്ധ്ര പ്രസ്ഥാനം, അതായത് പ്രത്യേക ആന്ധ്രയ്ക്കായുള്ള പ്രസ്ഥാനം എന്ന് വിളിക്കപ്പെട്ടത്, തെലുങ്ക് സംസാരിക്കുന്ന പ്രദേശങ്ങൾ അവർ ഭാഗമായിരുന്ന മദ്രാസ് പ്രവിശ്യയിൽ നിന്ന് വേർപെടുത്തി പ്രത്യേക ആന്ധ്ര പ്രവിശ്യയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
1920 നാഗ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രാദേശിക ഭാഷാപരമായ തത്വങ്ങളെ അംഗീകരിക്കാൻ പരിശ്രമിക്കുകയും അതിന്റെ സംഘടനാ രൂപീകരണത്തിനായി ഇന്ത്യയെ 21 ഭാഷാ യൂണിറ്റുകളായി വിഭജിക്കുകയും ചെയ്തു. അപ്പോൾ 21 ഭാഷാ യൂണിറ്റുകളായി വിഭജിച്ചു. ഓർത്തു വയ്ക്കുക, 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. പല പ്രാവശ്യം കോൺഗ്രസ് കമ്മിറ്റികളും ഭാഷാപരമായ മേഖലയെ അടിസ്ഥാനമാക്കി രൂപീകരിച്ചു. ഇത് പലപ്പോഴും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണപരമായ വിഭജനങ്ങളുമായി പൊരുത്തപ്പെട്ടിരുന്നില്ല. നമ്മുടെ മെയിൻ ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. അതും കൂടെ ഓർത്തു വയ്ക്കുക. ചരിത്രം കൃത്യമായിട്ട് പഠിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. കാരണം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാകുമ്പോൾ പല രീതിയിലും ചോദ്യങ്ങൾ വരാം. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിനെ ചുമതലപ്പെടുത്തിയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അദ്ദേഹത്തെ എന്ത് ചെയ്തു? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കുന്നതിന് ചുമതലപ്പെടുത്തി. സർദാർ വല്ലഭായ് പട്ടേലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട VP മേനോൻ ഓർത്തുവയ്ക്ക ലയന കരാർ രൂപീകരിച്ചു. അപ്പോ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് VP മേനോൻ. എക്സാമിന് ചോദിക്കുന്നതാണ്. സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് VP മേനോൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്നു ആരോ? VP മേനോൻ. ഓക്കെ. ലയന കരാർ പ്രകാരം പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ സർക്കാരിന് നൽകണമായിരുന്നു. കരാർ. ജനകീയ പ്രതിഷേധങ്ങൾ, ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രായോഗിക സമീപനം എന്നിവകൊണ്ട് ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? ലയന കരാർ ഒപ്പുവെച്ചു. എന്നാൽ പൂർണ്ണമായി എല്ലാവരും ഒപ്പുവെച്ചോ? ഇല്ല. ആരൊക്കെയാണ് ഒപ്പുവെക്കാതിരുന്നത്? ലയന കരാർ ഒപ്പുവെക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളായിരുന്നു ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് അതുപോലെ തന്നെ എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ന് അനുരഞ്ജനത്തിലൂടെ സൈനിക നടപടിയിലൂടെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത്. അത് നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഏതാണെന്ന് വെച്ചാൽ SK ദർ കമ്മീഷൻ. 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ് JVP കമ്മിറ്റി. അപ്പൊ JVP കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? JVP കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു, J എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു, V എന്ന് പറഞ്ഞാൽ വല്ലഭായ് പട്ടേൽ, P എന്ന് പറഞ്ഞാൽ പട്ടാഭി സീതാരാമയ്യ, INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന പട്ടാഭി സീതാരാമയ്യ. ഓക്കെ, പുറത്തേക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ചോദ്യമാണ്. പോറ്റി ശ്രീരാമലു എത്ര ദിവസം നിരാഹാരത്തെ തുടർന്നാണ് അദ്ദേഹം മരണമടഞ്ഞത്? 58 ദിവസം. NCERT ടെസ്റ്റിൽ 56 ദിവസം എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓർത്തുവയ്ക്കുക, NCERT ടെസ്റ്റിൽ 56 അല്ലാതെ 58 ദിവസം. ഓക്കെ, ഓപ്ഷൻ അനുസരിച്ച് ഉത്തരവെഴുതാൻ വേണ്ടി ശ്രമിക്കുക. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം 1953 ഒക്ടോബർ 1. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്ര. ആന്ധ്രയുടെ രൂപീകരണം രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? ഭാഷാ അടിസ്ഥാനത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് പോരാട്ടത്തിന് പ്രചോദനമായി. ഈ സമരം കാരണം സംസ്ഥാനങ്ങളുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനുള്ള കാര്യം പരിശോധിക്കാൻ 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതന്. 1953 എന്ത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഓർത്തുവയ്ക്കുക. അപ്പോ എന്തുകൊണ്ട് ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു എന്ന് നോക്കാം. ഭാഷയെ സ്വീകരിക്കുന്നത് എന്തുകൊണ്ട് നോക്കാം. ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടായിരുന്നു. ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഭാഷയുമായി ബന്ധപ്പെട്ടത്. ആശയവിനിമയത്തിന് ഭാഷാ ന്യൂനപക്ഷങ്ങൾ വളരെ ബുദ്ധിമുട്ടി. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഒരേ ഭാഷ സംസാരിച്ചിട്ടും ഒരേ സംസ്കാരമായിരുന്നിട്ടും മലയാളികളെ പോലെയുള്ളവർക്ക് പല സംസ്ഥാനങ്ങളിൽ കഴിയേണ്ടി വന്നു. ഇവയെല്ലാമാണ് സംസ്ഥാന പുനഃസംഘടനയ്ക്കുള്ള മാനദണ്ഡമായി ഭാഷയെ സ്വീകരിക്കാൻ കാരണമായത്. അപ്പോൾ എക്സാമിന് ചോദിക്കാം, ഭാഷയെ സ്വീകരിക്കാൻ കാരണമായത് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായത് ഏത് എന്ന് ചോദിക്കാം. അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മൾ പറഞ്ഞു, പോറ്റി ശ്രീരാമലു. ഗാന്ധിയനായിരുന്നു പോറ്റി ശ്രീരാമലു. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ സർക്കാർ ജോലി ഉപേക്ഷിച്ച വ്യക്തിഗത സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. മദ്രാസ് പ്രവിശ്യയിൽ ക്ഷേത്രങ്ങൾ ദളിതർക്ക് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് 1946 ഉപവാസം നടത്തിയ വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. പ്രത്യേക ആന്ധ്ര സംസ്ഥാനം ആവശ്യപ്പെട്ട് 1952 മുതൽ ഒക്ടോബർ
1919 വരെ മരണം വരെ നിരാഹാരം നടത്തിയ വ്യക്തിയാണ് പോറ്റി ശ്രീരാമുലു. 1952 ഡിസംബർ 15 ഉപവാസത്തിനിടെ ഇദ്ദേഹം മരിക്കുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർത്തു വയ്ക്കാം. ഓക്കെ, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനം പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച കമ്മീഷനാണ് 1953 അധ്യക്ഷൻ ഫസൽ അലി. ഓക്കെ, അപ്പൊ അതിൽ എത്ര പേരുണ്ടായിരുന്നു? 3 പേരുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 3 പേരുണ്ട്. ആരൊക്കെയാണ്? HN കുൻസ്രുവും സർദാർ KM പണിക്കർ. ഓക്കെ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗമാണ് സർദാർ KM പണിക്കർ. വിശദമായ തെളിവെടുപ്പിനും ചർച്ചകൾക്കും ശേഷം 1955 കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരുന്ന 53 അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1955 ഓർത്തിരിക്കും. സംസ്ഥാന അതിർത്തി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനർനിർണയിക്കണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ ബില്ല് 1956 പാർലമെന്റിൽ പാസാക്കുകയും നവംബർ 1 പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇത് പ്രകാരമാണ് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നത്. ഓർത്തു വയ്ക്കാം, 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു 2-3 നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? ഇന്ത്യൻ യൂണിയനിൽ കൂടാൻ വിസമ്മതിച്ചു നിന്നു, പുറത്തു നിന്നു. അവരെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഹൈദരാബാദിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിർത്താനാണ് അവിടുത്തെ നൈസാം ആയിരുന്നു അധികാരി. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. 1947 നവംബറിൽ ഹൈദരാബാദ് നൈസാമും ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെച്ച കരാറാണ് തൽസ്ഥിതി കരാർ അഥവാ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ്. ഓർത്തു വയ്ക്കുക, നൈസാമിനെതിരെയുള്ള സമരത്തിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു ഹൈദരാബാദ്. അതായത് ഈ നൈസാമിന്റെ നാട്ടുരാജ്യങ്ങളിൽ കൂടാതെ നിന്ന നൈസാമിനെതിരെ എന്ത് ചെയ്തു? ഹൈദരാബാദ് സ്വന്തം നാട്ടിൽ തന്നെ ആളുകൾ പ്രതിഷേധിച്ചു തുടങ്ങി. ആ പ്രതിഷേധത്തിന്റെ സ്ഥിരാകേന്ദ്രം എവിടെയായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഹൈദരാബാദിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ സമരത്തെ ചെറുക്കാൻ നൈസാം ഉപയോഗിച്ച അർദ്ധ സൈനിക വിഭാഗം എന്ന് വെച്ചാൽ റസാക്കർസ് ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. അതായത് നൈസാമിനെതിരെയുള്ള പ്രാദേശിക സമരത്തെ അടിച്ചമർത്താൻ നൈസാം ഉപയോഗിച്ച അർദ്ധ സൈനിക വിഭാഗം ഏതെന്ന് വെച്ചാൽ റസാക്കർസ് എന്ന് ഓർത്തുക കേട്ടോ. സ്ഥിതിഗതികൾ വഷളായപ്പോ എന്ത് ചെയ്തു? കേന്ദ്ര ഗവൺമെന്റ് ഡയറക്റ്റ് സൈനിക നീക്കം നടത്തുന്നു. 1948 സെപ്റ്റംബറിൽ ആ സൈനിക നീക്കം നിങ്ങൾക്ക് അറിയാം, ഓപ്പറേഷൻ പോളോയിലൂടെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ഹൈദരാബാദിനെ ലയിപ്പിച്ചത്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ചോദ്യം, ഏത് ഓപ്പറേഷനിലൂടെയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത്? ഓപ്പറേഷൻ പോളോ. ഓർത്തു വയ്ക്കുക, ഓപ്പറേഷൻ പോളോ. സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് മണിപ്പൂരിലെ മഹാരാജാവായിരുന്നു ബോധ ചന്ദ്രസിംഗ്. ഈ മണിപ്പൂരും എന്ത് ചെയ്തു? ഇന്ത്യൻ യൂണിയനിലേക്ക് കൂടിച്ചേരാൻ എന്ത് ചെയ്തു? വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ലയന കരാറിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ 3 പറഞ്ഞു. ഒന്നും കൂടെ അതിന്റെ കൂടെ ചേർത്ത് പഠിക്കുക. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്, മണിപ്പൂർ കേട്ടോ. എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ കൂടിച്ചേരാൻ വിസമ്മതിച്ച് നിന്നു. ഇതിൽ ജുനഗഡ് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച രീതി ജനഹിത പരിശോധനയിലൂടെയാണ്. ഓർത്ത് എങ്ങനെയാണ് ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത്? ജനഹിത പരിശോധന. ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത് ലയിപ്പിച്ചതെന്ന് വെച്ചാൽ ഫെബ്രുവരി 1948. അതുപോലെ കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് രാജ ഹരിസിംഗ് ആണ്. 1947 ഒക്ടോബർ 26. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഏത്? ഹൈദരാബാദ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈദരാബാദിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു നൈസാം. ഓക്കെ, അടുത്ത പൊതുജന അഭിപ്രായത്തിന് വഴങ്ങി മണിപ്പൂരിലെ രാജാവ് തെരഞ്ഞെടുപ്പ് നടത്തി. ഓക്കെ, അടുത്ത നിയമനിർമ്മാണ സഭ രൂപീകരിച്ച വർഷം 1948. മണിപ്പൂരിലെ ഭരണഘടനമായ രാജവാഴ്ച നിലവിൽ വന്നു. മണിപ്പൂരിലെ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. 1948 ഭരണഘടനാപരമായ രാജവാഴ്ച നിലവിൽ വന്നു. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യയിലെ ആദ്യ പ്രദേശം എന്ന് വെച്ചാൽ മണിപ്പൂരാണ്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പൊ മണിപ്പൂർ ഇന്ത്യൻ യൂണിയനിൽ കൂടിച്ചേരാൻ വിസമ്മതിച്ചു നിന്നു. എന്നാൽ അവിടെ എന്ത് ചെയ്തു? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ
ഈ മണിപ്പൂരിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. മണിപ്പൂരിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്ന കാര്യത്തിൽ അവിടുത്തെ നിയമനിർമ്മാണ സഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. അത് ഒരു ചരിത്രമാണ്. മണിപ്പൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ലയനത്തെ പിന്തുണച്ചു, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ലയനത്തിനെതിരായിരുന്നു. മണിപ്പൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ത് ചെയ്തു? ഈ ലയനത്തെ പിന്തുണയ്ക്കുകയും പക്ഷെ അവിടുത്തെ പ്രാദേശിക പാർട്ടി, രാഷ്ട്രീയ പാർട്ടികളിൽ മറ്റു പാർട്ടികളെല്ലാം എന്ത് ചെയ്തു? ഇതിനെ എതിർക്കുകയാണ് ചെയ്തത്. മണിപ്പൂർ മഹാരാജാവ് ലയന കരാറിൽ ഒപ്പുവെച്ചത് എന്ന് വെച്ചാൽ 1949 സെപ്റ്റംബറിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാവാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരെന്ന് വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ അയൺ മാൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് അങ്ങനെ പറഞ്ഞത്. നമ്മുടെ കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാകാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇനി ഇവരുടെ നമ്മൾ പറഞ്ഞു ബ്രിട്ടനിലെ പല പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ എല്ലാവരും പോയിട്ടില്ല, യൂറോപ്യന്മാർ പലരും പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു? അവരുടെ അധികാരം പിന്നീടും അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും നിലനിർത്തി പോന്നിരുന്നു. ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ. ഇത് ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത വർഷം 1954 1954 ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങളായ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. എന്നാൽ പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു ഗോവ, ദാമൻ, ഇത് ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കുന്ന വർഷം 1961 ഓപ്പറേഷൻ വിജയ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഓപ്പറേഷൻ വിജയ് നടന്നത് 1961 ഡിസംബർ 19 ഗോവയെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. VK കൃഷ്ണമേനോൻ പറഞ്ഞ ഒരു ഡയലോഗും കൂടെ ഉണ്ട്. പോലീസ് ആക്ഷൻ, അതായത് ഗോവയെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കുന്ന സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചതോ VK കൃഷ്ണമേനോനാണെന്നും കൂടി ഓർത്തു വയ്ക്കാം. അടുത്തോ, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ നിലവിൽ വന്ന വർഷം 1960, നാഗാലാൻഡ് നിലവിൽ വന്ന വർഷം 1963, പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്ന വർഷം 1966, മണിപ്പൂർ, ത്രിപുര, മേഘാലയ എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്ന വർഷം 1972, അരുണാചൽ പ്രദേശ്, മിസോറാം സംസ്ഥാനങ്ങൾ നിലവിൽ വന്ന വർഷം 1987, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ രൂപീകരിച്ച വർഷം 2002, തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്ന വർഷം 2014 ജൂൺ 2. തെലങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് DN ശ്രീകൃഷ്ണ കമ്മിറ്റി. 1901 1952 കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നിലവിലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 28, നിലവിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 ഓർത്തു വയ്ക്കുക. 7 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരു നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയും ചേർന്നതാണ് 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ നിലവിൽ വന്ന വർഷം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 1960. ഓക്കെ, അടുത്ത സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ സാമ്പത്തികമായി മുന്നേറ്റത്തിന് സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കാം. ഓർത്തു വെച്ച് പഠിക്കുക. മിശ്ര സമ്പദ് വ്യവസ്ഥ. ഓക്കെ, മിശ്ര സമ്പദ് വ്യവസ്ഥ. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കി. ഓക്കെ, കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കി. 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ഓർത്തു വയ്ക്കുക, 1950 എന്ത് വന്നു? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. നിലവിൽ എന്തില്ല? ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷനില്ല. അതിന് പകരം വന്നതാണ് ഇത് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നിലവിൽ വരുന്നതോ ആസൂത്രണ കമ്മീഷൻ പകരം നിലവിൽ വന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? നീതി ആയോഗ്. ഓക്കെ, 1951 പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ഓക്കെ, പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു എന്ന് ഓർത്തു വയ്ക്കാം. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ ആരംഭിച്ചു. വൻകിട വിവിധ ഉദ്ദേശ അണക്കെട്ടുകൾ സ്ഥാപിച്ചു. ഫക്രാനക്കൽ എന്നിവ അണക്കെട്ടുകൾ, അത് നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ ടോപ്പിക്ക് പ്രത്യേകം പറയുന്നുണ്ട്. ആ ടോപ്പിക്കിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഫക്രാനക്കൽ അണക്കെട്ടുകളുടെ കാര്യം ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ വൈദ്യുതി നിലയങ്ങൾ ആരംഭിച്ചു, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിച്ചു. അതുപോലെ തന്നെ കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾ 1950
1952 ഒക്ടോബർ 2 തുടക്കം കുറിച്ചു. ഓർത്തോക്കെ 1952 ഒക്ടോബർ 2 55 പദ്ധതികൾ ആരംഭിച്ചത്. ദേശീയ തലത്തിൽ 55 പദ്ധതികൾ ആരംഭിച്ചത്. ഓക്കെ, ആ പോയിന്റ് കൃത്യമായിട്ട് ഓർത്തോക്കുക. ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. എത്ര പദ്ധതികൾ എന്ന് ചോദിക്കാം. 55 പദ്ധതികളാണെന്ന് ഓർത്തോക്കുക. ഓക്കെ, അടുത്ത സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എങ്ങനെയൊക്കെയാണ് നേട്ടം വരിച്ചതെന്ന് നോക്കിയാൽ നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നു. ആ ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സ്കൂൾ പാഠപുസ്തകത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നില്ല, എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തുവയ്ക്കുക. നമുക്ക് ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ സയൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് ശാസ്ത്ര പുരോഗതി എന്ന് പറഞ്ഞ ഒരു സിലബസ് തന്നെയുണ്ട്. ആ സിലബസിൽ നമുക്ക് ഇതെല്ലാം ഉൾപ്പെടുത്താം. അടുത്ത ശാസ്ത്ര ഗവേഷണ സമിതി, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി തുടങ്ങി. അതുപോലെ തന്നെ ശാസ്ത്ര ഗവേഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഹോമി ജെ ബാബ, അതുപോലെ തന്നെ ഹോമി ജെ ജഹാംഗീർ ബാബയും അതുപോലെ എസ്.എൻ. ഭട്നഗറും എന്നിവരായിരുന്നു ഈ ശാസ്ത്ര ഗവേഷണ സമിതിയുടെ നേതൃത്വം നൽകിയത്. ഹോമി ജെ ബാബ അതുപോലെ നേതൃത്വത്തിലാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആരംഭിക്കുന്നത്. ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്നത് ഈ കാലഘട്ടത്തിലാണെന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ അത് ഏത് വർഷമാണെന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. 1962 ജവഹർലാൽ നെഹ്റു, വിക്രം സാരാഭായി എന്നിവരുടെ ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചു. 1969 ഓഗസ്റ്റ് 15 ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ തുടക്കം 1969 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയാണ് ISRO എന്ന് ഓർത്തു വയ്ക്കുക. തിരുവനന്തപുരത്തിനടുത്ത് തുമ്പയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ച കാലഘട്ടമാണ്. 1975 ആര്യഭട്ട വിക്ഷേപിച്ചു. ആര്യഭട്ട ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിച്ചു. GSLV, ASLV അതുപോലെ തന്നെ വാഹനങ്ങളെല്ലാം നിലവിൽ GSLV വരെയുള്ള കാലഘട്ടത്തിലുള്ള വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ചു. അതുപോലെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പ്രധാന മിസൈലാണ് അഗ്നിപൃഥ്വി എന്നിവ. APJ അബ്ദുൽ കലാമിന്റെയൊക്കെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമിന്റെയൊക്കെ പരിശ്രമ ഫലമായിട്ടാണ് അഗ്നിപൃഥ്വി പോലുള്ള മിസൈലുകൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തത്. ഓർത്തുക, ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹോമി ജഹാംഗീർ ബാബയാണ്. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാമാണ്. എന്നാൽ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്പൺഹൈമർ ആണെന്ന് ഓർത്തു വയ്ക്കാം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിതമായ വർഷം 1945 ആദ്യ ചെയർമാൻ ഹോമി ജെ ജഹാംഗീർ ബാബയാണെന്ന് ഓർത്തു വയ്ക്കാം. ഇന്ത്യൻ അറ്റോമിക് എനർജി ആക്ട് നിലവിൽ വന്ന വർഷം 1948 ഏപ്രിൽ 15 അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ഹോമി ജഹാംഗീർ ബാബ എന്ന് ഓർത്തു വയ്ക്കാം. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1948 ഓഗസ്റ്റ് ആണെന്നും കൂടി ഓർത്തു വയ്ക്കാം. ഓക്കെ, അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ. 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി എന്ന് ഓർത്തുവയ്ക്കുക. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ എന്ന് ഓർത്തുവയ്ക്കുക. 2008 ഒക്ടോബർ 22. ഇന്ത്യയുടെ ആദ്യ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് മംഗൾയാൻ എന്ന് ഓർത്തുവയ്ക്കുക. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മംഗൾയാൻ. ഓക്കെ, അതിന്റെ കൂടെ പഠിക്കേണ്ട വിദ്യാഭ്യാസപരമായ മുന്നേറ്റമാണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 എന്തൊക്കെയാണ് ലക്ഷ്യം വെച്ചതെന്ന് നോക്കാം. സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം, ശുപാർശകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കുക എന്ന ആശയം, ലക്ഷ്യം ആരാണോ മുന്നോട്ട് വെച്ചത്, ഏത് വിദ്യാഭ്യാസ കമ്മീഷനാണോ മുന്നോട്ട് വെച്ചതെന്ന് ചോദിക്കാറുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് 1948. അതുപോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞതോ ഏത് കമ്മീഷനാണെന്ന് വെച്ചാൽ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണമെന്ന് പറഞ്ഞതോ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഓർത്തുവയ്ക്കുക. അടുത്ത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952. എന്തൊക്കെയാണ് അവരുടെ ലക്ഷ്യം വെച്ചത്? സെക്രട്ടറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനമാണ് പ്രധാനമായിട്ട്. അതിൽ പ്രധാന ശുപാർശയാണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. സെക്രട്ടറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. വിവിധ ഉദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞത് ശുപാർശ ചെയ്തത് ലക്ഷ്മണസ്വാമി മുതലിയാറാണ്. അതുപോലെ തന്നെ അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണമെന്ന് പറഞ്ഞത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. അടുത്ത കോത്താരി കമ്മീഷൻ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന PSC ചോദ്യം. കോത്താരി കമ്മീഷൻ 1964. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ്
ലക്ഷ്യമാണ്, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന്റെ ശുപാർശകൾ 10+2+3 മാതൃകാ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് പറയുന്നത് കോത്താരി കമ്മീഷനാണ്. സെക്രട്ടറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് കോത്താരി കമ്മീഷനാണ്. ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ ഊന്നൽ നൽകണമെന്ന് പറഞ്ഞത് കോത്താരി കമ്മീഷനാണെന്ന് ഓർത്തുവയ്ക്കുക. ഓക്കെ, അപ്പോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര മുന്നേറ്റങ്ങളാണ് നമ്മളെന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.